ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഡിയസ് ലേണിംഗ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LDC എറണാകുളം ആൻഡ് കണ്ണൂർ 2017 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഹി ഓർഡേർഡ് ഹിസ് സെർവന്റ് ഡാഷ്. ഇവിടെ ഉത്തരം വരുന്നത് ടു ഗോ ഹോം ആണ്. ഇംപറേറ്റീവ് സെന്റൻസ് റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ടു പ്ലസ് ഇംപറേറ്റീവ് സെന്റൻസ്. രണ്ടാമത്തെ ചോദ്യം, The leaves dash as the wind blew. ഇവിടെ ഉത്തരം വരുന്നത് റസിൽഡ് ആണ്. റസിൽഡ് എന്ന വാക്കിന്റെ അർത്ഥം മർമ്മശബ്ദം ഉണ്ടാക്കുക എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ഡാഷ്. ഇതൊരു ഇഡിയമാണ്. ഇവിടെ ഉത്തരം വരുന്നത് ബുഷ് ആണ്. ബുഷ് എന്നാൽ കുറ്റിച്ചെടി. കയ്യിലുള്ള പരിമിതമായ വിഭവങ്ങളാണ് സ്വന്തമല്ലാത്ത അധിക വിഭവത്തേക്കാൾ വിലപ്പെട്ടത്. നാലാമത്തെ ചോദ്യം, ദി മാരേജ് പാർട്ടി ഡാഷ് അറ്റ് ദ ഡോൺ. ഈ നാലെണ്ണവും ഫ്രേസൽ വെർബ്സ് ആണ്. ഇതിൽ ഉത്തരം വരുന്നത് സെറ്റ് ഓഫ് ആണ്. സെറ്റ് ഓഫ് എന്നാൽ ടു ബിഗിൻ എ ജേർണി. അടുത്ത ചോദ്യം, ദി പ്രസിഡന്റ് വാസ് സ്പെഷ്യലി ഹാപ്പി ടു വിസിറ്റ് ദ സ്കൂൾ ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഡാഷ്. ഇവിടെ വരുന്നത് ആൽമ മാറ്റർ ആണ്. ആൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ മാതൃവിദ്യാലയം. ആറാമത്തെ ചോദ്യം നോക്കാം. ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻ ഡാഷ് സെന്റൻസ്. ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ആജ്ഞയാണ്. അതായത് അതൊരു ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ആജ്ഞയോ അപേക്ഷയോ ആണ് ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ കീഴിൽ വരുന്നത്. ഏഴാമത്തെ ചോദ്യം, ദി ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആൻ ഓയിൻമെന്റ്, ദ പേഷ്യന്റ് ഡാഷ് ഇറ്റ് അക്കോർഡിംഗ് ടു ഹിസ് ഇൻസ്ട്രക്ഷൻസ്. ഇതിന്റെ ഉത്തരം വരുന്നത് അപ്ലൈഡ് ആണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. അരുൺസ് ഫാദേഴ്സ് എൽഡസ്റ്റ് ബ്രദർ ഈസ് ഹിസ് ഫേവറേറ്റ് ഡാഷ്. ഇതിന്റെ ഉത്തരം വരുന്നത് അങ്കിൾ ആണ്. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം. ക്യാൻ യു ലെൻഡ് മീ എ പെൻ പ്ലീസ്. ഇതിന്റെ ഉത്തരം വരുന്നത് യെസ് യു ക്യാൻ ആണ്. പത്താമത്തെ ചോദ്യം, ദ സ്പീക്കർ ഡ്രീവ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ്. ഇതിന് ഉത്തരം വരുന്നത് ടു ആണ്. ഡ്രോ അറ്റൻഷൻ ടു സംതിങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ ക്ഷണിക്കുക എന്നാണ് അർത്ഥം. 11ാമത്തെ ചോദ്യം നോക്കാം. വൺ ഹു ടോക്സ് ഇൻ സ്ലീപ്പ് ഈസ്. ഉറങ്ങിക്കൊണ്ട് സംസാരിക്കുന്നയാളെ പറയുന്നത് സൊംനിലോക്വന്റ് എന്നാണ്. അതേസമയം ഉറങ്ങിക്കൊണ്ട് നടക്കുന്ന ആളിനെ പറയുന്നതാണ് സൊംനാബുലിസ്റ്റ്. 12ാമത്തെ ചോദ്യം, ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ആഫ്റ്റർ വി ഡാഷ് ഫോർ അബൌട്ട് ആൻ അവർ. ഇവിടെ ഉത്തരം വരുന്നത് ഹാഡ് പ്ലേഡ് ആണ്. പാസ്റ്റിൽ നടക്കുന്ന രണ്ട് ആക്ഷൻസിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. 13ാമത്തെ ചോദ്യം നോക്കാം. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഡാഷ് ഇനഫ് മണി. ഇവിടെ ഉത്തരം വരുന്നത് ഹാഡ് ആണ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3. 14ാമത്തെ ചോദ്യം നോക്കാം. എ ഗവൺമെന്റ് കൺട്രോൾ ബൈ ദ റിച്ച്. അതായത് സമ്പന്നർ നയിക്കുന്ന ഭരണകൂടത്തിനെ പറയുന്നതാണ് പ്ലൂട്ടോക്രസി. 15ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്. എ ബിഗ് ബഗ് എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് എന്നതാണ്. അതായത് പ്രാധാന്യമുള്ള ഒരാൾ. 16ാമത്തെ ചോദ്യം നോക്കാം. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ശരിയായി എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ശരിയായിരിക്കുന്ന വാക്ക് ഓപ്ഷൻ എ ആണ്. ഡിസ്ക്രിമിനേഷൻ എന്ന വാക്കാണ് തന്നിരിക്കുന്നത്. സ്പെല്ലിംഗ് DISCRIMINATION എന്നതാണ് ഇതിൽ ശരിയായി കൊടുത്തിരിക്കുന്ന വാക്ക്. 17ാമത്തെ ചോദ്യം, ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഇന്നസെന്റ്. ഇന്നസെന്റ് എന്ന വാക്കിന്റെ വിപരീത പദം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഇതിന്റെ ഉത്തരം ഗിൽറ്റി എന്നാണ്. ഗിൽറ്റി എന്നാൽ കുറ്റം ചെയ്തത്. 18ാമത്തെ ചോദ്യം നോക്കാം. ദി റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. ഇവിടെ വരുന്ന ശരിയായ വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് റോഡാണ്. റൈഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോഡ്. റോഡിന്റെ സ്പെല്ലിംഗ് RODE ആണ്, ROD അല്ല. One of the men dash reached the top of the mountain. ഇവിടെ ഉള്ള ഉത്തരം ഹാസ് ആണ്. മനുഷ്യരിൽ ഒരാൾ എന്നത് സിംഗുലർ ആണ്, അതിനാൽ സിംഗുലർ വെർബായ ഹാസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അവസാന ചോദ്യം നോക്കാം. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക് ഡാഷ്. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഹാസിന്റെ ഷീ ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതിനാൽ ടാഗ് നെഗറ്റീവ് ആണ്. താങ്ക് യു.